നമുക്ക് സാലറിനേക്കാളും ഉപരി നമുക്ക് എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എൻ്റെ പേര് സന്ദീപ് കൃഷ്ണ എന്നാണ്. ഞാൻ MCA ആണ് പഠിച്ചത്. ഇവിടെ ഇന്റേൺഷിപ്പ് മേൺസ്റ്റാക്ക് ആയിരുന്നു. ഞാനിപ്പോൾ ഇങ്കർ റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലുള്ള കമ്പനിയിലാണ് ജൂനിയർ റിയാക്ട് ഡെവലപ്പറായിട്ടാണ് പ്ലേസ് ആയിരുന്നത്. ക്യാമറയിലോട്ട് വരുന്നത് ഞങ്ങൾ അവിടെ MCA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കാഡമിക് പ്രൊജക്ട്സ് വന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സീനിയർ ഇവിടെ വർക്ക് ചെയ്തിരുന്നത്, ഋത്തിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പുള്ളി വഴിയാണ് ഞങ്ങൾ അവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് കോഴ്സ്, ഇങ്ങനെ എന്താണെന്ന് കുറച്ചുകൂടി പഠിക്കാൻ പറ്റിയായിരുന്നു. അറ്റ്മോസ്ഫിയർ അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫുൾ സപ്പോർട്ടായിരുന്നു. നമുക്ക് ആദ്യം മുതൽ തന്നെ പഠിപ്പിക്കുമായിരുന്നു. ഇൻ കേസ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ദിവസം വരാൻ പറ്റാത്ത ദിവസവും വരെ നമുക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഓഫ്ലൈനായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഒപ്പം തന്നെ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. വാട്സപ്പായിട്ട് നമുക്ക് എപ്പോൾ ആണെങ്കിലും നമുക്ക് ചാറ്റ് ചെയ്ത് സംസാരിക്കുക. സ്പെഷ്യലായിട്ടെന്ന് പറയാനായിട്ട് നമുക്കിപ്പോൾ എവിടെയായാലും ഇപ്പോൾ കോഴ്സ് പഠിക്കുമ്പോൾ കോളേജിലാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഫുള്ള് തിയറിറ്റിക്കലാണ്, നമ്മളെ ഫുൾ പ്രാക്ടിക്കൽ പഠിപ്പിക്കണില്ല. അതേസമയം നമ്മൾ ഇതേപോലെയുള്ള ഇന്റേൺഷിപ്പ് കോഴ്സസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടും അറിയാൻ പറ്റും, തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി നമുക്ക് നോളജ് ഉണ്ടാവും. പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഫുൾ ടൈം ഇത് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. നമുക്ക് അതിനുശേഷം പിന്നെ അഗൈൻ പ്ലേസ്മെൻറ്റിൻ്റെ ഇതായപ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ഇങ്കറിൽ അങ്ങനെ വിളിച്ചത്. പ്ലേസ്ഡ് എന്ന് കേട്ടപ്പോൾ തന്നെ ഹാപ്പി ആയിരുന്നു. നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.